ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ മാജിക് ബുക്ക് ഓർമ്മയില്ലേ? മാജിക് ബുക്ക് സീരീസിലെ മൂന്നാമത്തെ ചിത്രമാണ് കേട്ടോ വരക്കാൻ പോകുന്നത്. 2-3 ദിവസം ചിത്രം ചെറുതായിട്ടൊന്ന് പെയിൻറ്റിങ് ആയിന് കേട്ടോ. കാരണം നമ്മൾ അതിൻ്റെ ഇടയിൽ ബിഗിനേഴ്സിനുള്ള മണ്ടാല ആർട്ടും അതുപോലെ തന്നെ വാൾ ഡെക്കോർ ഐറ്റംസ് ക്രാഫ്റ്റൊക്കെ ചെയ്തുകൊണ്ട് 2-3 ദിവസമായിട്ട് നമ്മൾ ഈ സീരീസിൻ്റെ ചിത്രങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിലേ ആയി പോയിന്. അപ്പോൾ ഇന്ന് എന്തായാലും അതന്നെ വരച്ചേക്കാമെന്ന് വിചാരിച്ചു. നമ്മളിതാ വളരെ സിമ്പിളായിട്ട് സർക്കിൾസ് വെച്ചിട്ട് ഒരു ഫ്ലവർ മെത്തേഡിലാണ് കേട്ടോ വരക്കുന്നത്. എന്തേന്ന് അറിഞ്ഞൂടാ കേട്ടോ, ഞാൻ എന്ത് വരച്ചാലും അതിൽ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാവും. പൂക്കൾ നമുക്കൊന്നൊരു വീക്ക്നെസ്സാണ്. അതുപോലെ എന്ത് വരച്ചാലും അതിൻ്റെ അകത്ത് കുറേ ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് എത്ര സിമ്പിളായിട്ട് വരച്ച് നോക്കാം. നമ്മൾ പണ്ട് പഠിക്കുന്ന സമയത്തല്ലോ നമ്മളിങ്ങനെ ബുക്കിലെല്ലാം വരച്ചിട്ടുണ്ടാവുമല്ലോ, ഓൾമോസ്റ്റ് ആളും വരച്ചിട്ടുണ്ടാവും. നമ്മളിങ്ങനെ സർക്കിൾസ് വരച്ച് അതിൻ്റെ ഉള്ള ഒരു ഫ്ലവറിനാക്കി എടുക്കൂലേ, അതന്നെ ഏട്ടാ ഇന്ന് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതൊരു ഇല്യൂഷൻ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കളർ ചെയ്യുന്നുണ്ട്. നമ്മളെ പേജിൽ ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും കേട്ടോ. എടുത്ത് നോക്കിയാൽ നിങ്ങൾ നമ്മളെ പേജ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബെല്ലാം ചെയ്തിട്ട് കാണണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കൂടുന്നതിനനുസരിച്ചല്ലേ നമുക്ക് ഈ ഗിവ് അവേ എല്ലാം ചെയ്യണ്ടേ. അപ്പോൾ എനിക്കതിന് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, നമ്മളെ ഫാമിലി എത്രത്തോളം കൂടുന്ന അതിനനുസരിച്ച് നമുക്ക് ആരും ചെയ്യാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുമ്പം ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് കാണണം കേട്ടോ. പിന്നെ ഒരു ലൈക്കെല്ലാം ചെയ്തൊന്ന് സപ്പോർട്ടെല്ലാം ചെയ്യണം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ചിത്രം വരുന്നത്. വെറുതെ ഇരിക്കുന്നവർക്കെല്ലാം വരക്കാൻ പറ്റിയൊരു ചിത്രം തന്നെയാണ്. ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മളിങ്ങനെ സർക്കിൾസ് വരച്ചെടുക്കുക. ആ സമയത്ത് തന്നെ അതിൻ്റെ അകത്ത് ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാവും. അത് ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളൊന്ന് വരച്ച് നോക്കിയാൽ മതി കേട്ടോ. ഒരു സർക്കിളിന് മുകളിൽ ഒന്നായിട്ട് വരച്ച് വരുമ്പം ഇതുപോലത്തെ ഒരു രൂപം കിട്ടും. പിന്നെ നമ്മളൊന്ന് കളർ ചെയ്യാൻ കേട്ടോ വേണ്ടത്. അപ്പം നമ്മളെ ഫ്ലവറിന് എല്ലാത്തിനും നമ്മൾ റെഡും അതിൻ്റെ പുറത്ത് നമ്മളൊരു ബ്ലാക്ക് കളറും കൊടുക്കണം. ഇനി ആ ബ്ലാക്ക് കളറ് എനിക്ക് നോക്കുന്ന സമയത്ത് ഫുൾ ബ്ലാക്ക് പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ ഗ്ലിറ്റർ പെന്ന് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ബോർഡർ ലൈൻ പോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരക്കുമ്പോൾ എനിക്ക് ചിത്രം കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ചിത്രം ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കെല്ലാം ചെയ്ത് ചാനലിൽ ബാക്കി വീഡിയോസെല്ലാം ഒന്ന് കാണണേ.